ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്ന ടോപ്പിക്ക് പെഡഗോഗിക്കൽ ഷിഫ്റ്റ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് 1900s ആൻഡ് 2000s എന്നുള്ളതാണ്. ഇന്ത്യ എന്നൊരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള എഡ്യൂക്കേഷണൽ റീഫോംസ് നടന്നിട്ടുള്ള ഒരു ടൈം പീരീഡാണിത്. അതായത് ലേറ്റ് 1900s അതുപോലെ തന്നെ ഏർലി 2000s. പിന്നെ ഇന്ത്യക്കൊരു ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്, ഇന്ത്യ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആവുന്നതും, പിന്നെ സ്വന്തമായിട്ട് എഡ്യൂക്കേഷണൽ റീഫോംസും ഫ്രെയിം വർക്ക്സും പോളിസീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു ടൈമും കൂടിയാണ് ഇതൊക്കെ. അപ്പം ഓക്കെ, ഇതിൽ കാര്യമായിട്ട് വരുന്ന മേജർ തീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NEP 1968, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ NEP ആണ്. പിന്നെ NPE 1986, പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992, നാഷണൽ പോളിസി ഫോർ ICT 2012 ആൻഡ് NEP ഏറ്റവും ഫൈനലായിട്ട് വന്നിട്ടുള്ള 2020. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് NEP 1968 ആണ്. നമുക്കറിയുന്നത് പോലെ ഇന്ത്യയിലെ ഫസ്റ്റ് എഡ്യൂക്കേഷണൽ പോളിസിയാണ് ഇത്. കോത്താരി കമ്മീഷൻ, അതായത് 1964 to 66 പീരീഡിൽ നടന്നിട്ടുള്ളൊരു കമ്മീഷനാണ്. കമ്മിറ്റി അവർ സബ്മിറ്റ് ചെയ്യുന്നത് 66ലാണ്. അപ്പോൾ പിന്നീട് 68ൽ അതിനെ ആസ്പദമാക്കിക്കൊണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി കൊണ്ടുവരികയാണ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് നാഷണൽ ഇൻറ്റിഗ്രേഷനാണ്. അതായത് മൊത്തം ഇന്ത്യനെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളൊരു ആശയം, എല്ലാവരെയും ഒരു കോമൺ ആയിട്ടുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കുടക്കീഴിൽ കൊണ്ടുവരിക. പിന്നെ അതുപോലെ തന്നെ 3 ലാംഗ്വേജ് ഫോർമുല മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു നേറ്റീവ് ലാംഗ്വേജ്, പിന്നെ ഹിന്ദി, പിന്നെ അതിൻ്റെ കൂടെ ഇംഗ്ലീഷ്, ഈ 3 രീതിയിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജസ് എടുക്കുകയാണെങ്കിൽ അതിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളതിന് നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ടീച്ചേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ടീച്ചേഴ്സിനെ ഇമ്പ്രൂവ് ചെയ്യണം, ടീച്ചേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, അത് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ക്വാളിറ്റിയിലാണെങ്കിലും കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാനിങ്ങും അഡ്മിനിസ്ട്രേഷനും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും ഈ കാര്യത്തിൽ ഈ ഒരു NEPയിൽ പറയുന്നുണ്ട്. പിന്നെ വരുന്നത് ഫെസിലിറ്റീസ് നമ്മൾ പറഞ്ഞു. മാക്സിമം സ്റ്റുഡൻസിനെ ഡ്രോപ്പ് ഔട്ട് കുറയ്ക്കുക, എല്ലാവരെയും പ്രൈമറി എഡ്യൂക്കേഷനിൽ കൊണ്ടുവരിക. അതുപോലെ തന്നെ അഡൽട്ടിൻ്റെ നോൺ ഫോർമൽ എഡ്യൂക്കേഷനൊക്കെ മാക്സിമം എൻകറേജ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസിലുള്ള ഫോക്കസാണ്. അതായത് ഒരു മഗപ്പ് ചെയ്യുന്നൊരു സിസ്റ്റത്തിൽ നിന്ന് മാറി നല്ല രീതിയിലുള്ള, പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഉള്ള ഡെമോക്രാറ്റിക് സെക്യുലർ വാല്യൂസിനെയൊക്കെ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പോളിസിയാണ് മുന്നോട്ട് വരുന്നത്. അതുപോലെ തന്നെ സെൻട്രലും സ്റ്റേറ്റിൻ്റെ കോപ്പറേഷൻ രണ്ടും ഒരുപോലെ ജോയിൻറ്റ് റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ്. ഇതൊരു നാഷണൽ കോമൺ സിസ്റ്റം ആയിട്ടാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ പോലും ഇതിൽ നടപ്പിലാക്കുന്നത് സ്റ്റേറ്റും സെൻട്രലും രണ്ടും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രോഗ്രാം ആക്ഷൻ ഓഫ് 1992 നോക്കാം. പ്രോഗ്രാം ആക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നത് ഈക്വാലിറ്റീനെ കൊണ്ടുവരിക, ഇക്വിറ്റി, ഇൻക്ലൂഷൻ എന്നുള്ള തീംസാണ്. അതായത് സൊസൈറ്റിയിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിമൻ, പിന്നെ റീജിയൻ വൈസ് ആണെങ്കിൽ റൂറൽ, അർബൻ, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, മറ്റ് റിലീജിയസ് ലാംഗ്വേജ് മൈനോറിറ്റീസ്, ഇവർക്കൊക്കെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. സൊസൈറ്റിയിൽ പെർട്ടിക്കുലർലി ലാംഗ്വേജിൽ വരുന്ന ഡിസ്പാരിറ്റി കുറയ്ക്കുക. അതുപോലെ തന്നെ ഇത് ഫോക്കസ് ചെയ്യുന്ന, എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഒരു 50% ഓഫ് പ്രൈമറി സ്കൂൾ ലെവൽ ടീച്ചേഴ്സിന് ഭാവിയിൽ സ്ത്രീകളായിരിക്കണം. അത്രത്തോളം സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്ന് ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് വെക്കുന്നുണ്ട്. പിന്നെ വരുന്നത് NEP 1986 ആണ്. NEP 1986 നമ്മൾ എടുക്കുമ്പോൾ ഇത് എൻഫസൈസ് ചെയ്യുന്നത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷനാണ്. അതായത് ബേസിക് ലെവലിൽ മാക്സിമം ആളുകൾ എന്ത് ചെയ്യുക, എൻറോൾമെൻറ്റ് ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്യുക
എന്നുള്ളതൊക്കെയാണ്. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് NPE 1986 മുന്നോട്ട് വെക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അതുപോലെ തന്നെ വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഇത് വരുന്നത് ഒരു ഹയർ സെക്കൻഡറി സെക്ഷനിലൊക്കെ ആയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെയും എഡ്യൂക്കേഷനും അതുപോലെ തന്നെ മൊത്തത്തിലുള്ളൊരു എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടെക്നോളജീനെ മാക്സിമം എഡ്യൂക്കേഷനിൽ കൊണ്ടുവരിക, പിന്നെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് ഫോക്കസ്, റിസർച്ച് ട്രെയിനിങ് പോലെയുള്ള ഹയർ എഡ്യൂക്കേഷനിൽ ഫോക്കസ് കൊടുക്കുക. അതേപോലെ തന്നെ കൂടുതൽ വാല്യൂസിനൊക്കെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു NPE വരുന്നത്. പിന്നെ കൂടുതലായിട്ട് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ NEP 1968 പറഞ്ഞതുപോലെ സ്റ്റേറ്റും സെൻറ്ററും കൂടിയും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ചും കൂടി ഡീസെൻട്രലൈസ് ചെയ്തിട്ട് മാക്സിമം ലോക്കൽ ലെവലിൽ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുക. അല്ലാതെ ഒരു നാഷണൽ ലെവലിൽ നിന്നുള്ള ഒരു ലീഡർഷിപ്പിന് പുറത്ത് കുറച്ചും കൂടിയും കമ്മ്യൂണിറ്റി ഓറിയൻറ്റേഷൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005 ആണ്. ഈ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് കൊണ്ടുവരുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ്. കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഡെമോക്രാറ്റിക് സെക്യുലർ വാല്യൂസിൻ്റെ ബേസിസിലാണ്. അതുപോലെ തന്നെ ഇവർ ഫോക്കസ് ചെയ്തിട്ടുള്ള മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിക്കുലത്തിൻ്റെ ലോഡ് കുറയ്ക്കുക, കുറച്ചും കൂടി സ്റ്റുഡൻസിനെ ആക്റ്റീവ് ലേണിങ്ങിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ ഒരുപാട് കണ്ടൻറ്റിനെ മഗപ്പ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു പാസീവ് അപ്രോച്ചിൽ നിന്ന് മാറി കുറച്ചുകൂടി സ്റ്റുഡൻറ്റ് സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് കീപ്പ് ചെയ്യുന്നത്. ഇത് പ്രൊഫസർ യശ്പാലിൻ്റെ നേതൃത്വത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പഠനത്തിന് പുറത്ത് ഒരേ സമയത്ത് കരിക്കുലർ ആൻഡ് നോൺ കരിക്കുലർ അല്ലെങ്കിൽ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ബേസിസിലുള്ള ഒരു സമ്മേറ്റീവ് ആയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള അസസ്മെൻ്റാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് വരുന്നത് നാഷണൽ പോളിസി ഫോർ എഡ്യൂക്കേഷൻ ഫോർ ICT 2012 ആണ്. ICT ഇതിന് ഫോക്കസ് ചെയ്യുന്നത് പേരിൽ പറയുന്നത് പോലെ തന്നെ ICT സ്കിൽസിനാണ്. ടീച്ചേഴ്സിനെ മാക്സിമം ICT സ്കിൽസ് പരിചയപ്പെടുത്തുക, അതുവഴി കോളേജുകൾക്കും സ്കൂളുകളിലേക്ക് മാക്സിമം ICT സ്കിൽസ് കൊണ്ടുവരിക. അതായത് ടെക്നോളജീനെ ഒരു അലീനായിട്ടുള്ളൊരു എൻറ്റിറ്റി ആയിട്ട് മനസ്സിലാക്കുന്നതിന് പറ്റും. കുറച്ചും കൂടി ബെനഫിഷ്യലായിട്ട് എങ്ങനെ മാക്സിമം ICTനെ നമ്മൾ എഡ്യൂക്കേഷനിലേക്ക് എൻകൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ പോസിബിലിറ്റീസൊക്കെ എന്തൊക്കെയാണ്. അതേപോലെ തന്നെ ഇത് കുറച്ചുകൂടി സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അതായത് ICT സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ആശയം കൂടിയാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. ഇത് മാത്രമല്ല എങ്ങനെയാണ് മീനിങ് ഫുള്ളായിട്ട് നമ്മളെ സൊസൈറ്റീൻ്റെയും അതേപോലെ തന്നെ പോളിറ്റീൻ്റെയും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ICTനെ ഉപയോഗിക്കാൻ പറ്റുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് NPE 2012 ഫോർ ICT ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് നമ്മളുടെ റീസെൻ്റ് ആയിട്ടുള്ള NEP 2020 ആണ്. 2020 NEPയിൽ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ച് ആവണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് കുറച്ചും കൂടിയും ടീച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പാസീവ് ലേണിംഗ് അപ്രോച്ചൊക്കെ മാറിയിട്ട് കുറച്ചും കൂടിയും സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ട് വരണം. അതുപോലെ തന്നെ പവർ ഡീസെൻട്രലൈസ് ചെയ്യണം, ലോക്കൽ പവർ കൊടുക്കണം. പിന്നെ കുറച്ചും കൂടിയും ഇൻക്ലൂഷൻ, ഇക്വിറ്റി, മാക്സിമം എല്ലാ കമ്മ്യൂണിറ്റീസിലുള്ള ആളുകളെയും ഇക്വിറ്റിയിൽ ഉൾപ്പെടുത്തുക, ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇൻ്റഗ്രേഷൻ ഓഫ് ടെക്നോളജി, പ്രാക്ടിക്കൽ സ്കിൽസ്, പിന്നെ എഡ്യൂക്കേഷനെ മനസ്സിലാക്കുന്നതിലുള്ള പേഴ്സ്പെക്റ്റീവിലുള്ള ഡിഫറൻസസ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്തിൽ വരുന്നത് 2020 വരുന്നത്. അതായത് ഇങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്രൊണോളജി നമ്മൾ പരിശോധിക്കുമ്പം, അതായത് ആദ്യം 1968 NEP വരുന്നു, പിന്നീട് NPE 1986, അതിനുശേഷം 1992 പ്രോഗ്രാം ഓഫ് ആക്ഷൻ, പിന്നീട് വരുന്ന ICT നാഷണൽ പോളിസി ഇൻ 2012 ആൻഡ് ഫൈനലി 2020 വരുന്ന. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കമ്മീഷൻസ്, നാഷണൽ ഫ്രെയിം വർക്കൊക്കെ വരുന്നുണ്ട് 2005. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വരുന്നുണ്ട് 2009. പിന്നെ ഇതേപോലെ തന്നെ പല പ്രോഗ്രാംസും വരുന്നുണ്ട്. സർവശിക്ഷ അഭിയാൻ, പിന്നെ രാഷ്ട്രീയ മാധ്യമ ശിക്ഷാ അഭിയാൻ, ഇത്തരത്തിലുള്ള പല പ്രോഗ്രാംസും ഒക്കെ വരുന്ന ഒരു മേഖലയാണ് എഡ്യൂക്കേഷൻ ഫീൽഡ്. എടുത്തു നോക്കുമ്പം വലിയ രീതിയിലുള്ള റിഫോർമേഷൻസും
മൊത്തത്തിലുള്ള ഒരു പെഡഗോഗി പരിശോധിക്കുകയാണെങ്കിൽ റാഡിക്കലായിട്ടുള്ള ഷിഫ്റ്റുകൾ ഉണ്ടായിട്ടുള്ള ഒരു ടൈം പീരീഡാണ്. പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഇതിനൊക്കെ ഓരോ ടൈം പീരീഡ് വെക്കുന്നുണ്ട്. ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈം, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ടൈം, ഇതിൻ്റെ എയിംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പോളിസീസിനും നമ്മൾ വെക്കുന്ന ഓരോ ടൈമുകളുണ്ട്. അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും അത് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാൻ കഴിയുമ്പം അതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ അല്ലെങ്കിൽ ആ അൺകംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സാധനത്തിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പുതിയ ഒരു പോളിസി അല്ലെങ്കിൽ ഫ്രെയിം വർക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, MCQയിൽ നോക്കാം. MCQയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് വാസ് ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി ഓഫ് ഇന്ത്യ? ഓപ്ഷൻ എ NPE 1986, NEP 1968, Program Action of 1992, NEP 2020. Answer NEP 1968. Three-language formula was introduced under which policy? NPE 1986, NEP 1968, NCF 2005, NEP 2020. Answer? Yes, NEP 1968. Which policy emphasized universalization of elementary education and eradication of illiteracy? NEP 1968, NPE 1986, Program Action of 1992, NEP 2020. Answer NPE 1986. Program of Action 1992 primarily aimed to expand higher education only, focus on equality and upliftment of disadvantaged groups, promote privatization in education, introduce online education. B. Focus on equality and upliftment of disadvantaged group. Question number 5. The National Curriculum Framework NCF 2005 emphasized teacher-centered learning, child as a passive listener, reducing curriculum load and child as an active learner, examination-focused education. Answer option C, reducing curriculum load and child as an active learner. Which policy encouraged to use the education technology and computer literacy in schools? NEP 1968, NPE 1986, NCF 2005 and NEP 2020. NPE 1986. The National Policy for ICT in School Education 2012 aimed to restrict technology use in classrooms, promote skill-based education and inclusivity in technology, replace teachers with computers, focus only on urban schools. Answer option B, promote skill-based education and inclusivity in technology. NEP 2020 emphasizes which of the following? Centralized education control, rote learning and memorization, student-centered skill-based learning with inclusion and technology integration, narrow academic specialization. Answer student-centered skill-based learning with inclusion and technology integration. NPE 1986 and Program of Action 1992 together emphasized privatization of education, exclusion of technology from learning, equality, quality and universal access to education, reduction of teacher and training programs. Answer option C, equality, quality and universal access to education. Option 10 ഒരു assertion reasoning question ആണ്. Assertion: The National Curriculum Framework 2005 emphasized that the child should be viewed as an active learner rather than a passive recipient of knowledge. Reason: because NCF 2005 aimed to reduce the curriculum load and making learning more activity-based and experiential. Options: both A and R are true and R is the correct explanation of A. Option B, both A and R are true but R is not the correct explanation of A. Option C, A is true but R is false. Option D, A is false but R is true. Okay. The correct answer is A. Both A and R are true and R is the correct explanation of A. Okay, thank you.